ഒരു ജീവിതത്തിൻ്റെ സക്സസ് വിജയം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് നീരാവിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. എൻ്റെ ഗ്രാമത്തിൽ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു. സാംസ്കാരിക സംഘടനയുണ്ട്, പ്രകാശ് കലാകേന്ദ്രം, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ആ ഒരു സംഘടന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടുന്ന കുറേയേറെ കുട്ടികളും വളരെ സജീവമായി കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം എനിക്കവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യം. അപ്പോൾ ചെറിയ കുട്ടിക്കാലം മുതലേ അത്യാവശ്യം ചിത്രരചനയെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് തിയേറ്ററായിരുന്നു. ധാരാളം നാടകങ്ങൾ കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. അതിനോടൊപ്പം തന്നെ നൃത്തവും അഭ്യസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 10th ആകുമ്പോഴത്തേക്കാണ് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ചേച്ചിയും അണ്ണനും ഒക്കെ വൃത്തിയായിട്ട് ചിത്രം വരയ്ക്കുന്നവരായിരുന്നു. അപ്പോൾ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാന ഒരു കളി എന്ന് പറയുന്നത് മുറ്റത്ത് ആ ഒരു മുറ്റം ഇങ്ങനെ ഭാഗിച്ചെടുത്തിട്ട് ചിത്രം വരച്ച് തീർക്കുക, കഥ പറഞ്ഞ് ചിത്രം വരയ്ക്കുക എന്നുള്ളൊരു കളി തന്നെയായിരുന്നു. അതല്ലാതെ ചിത്രകലയെ പറ്റിയിട്ട് കൂടുതൽ സ്കൂൾ പഠന സമയത്ത് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10th ക്ലാസ് എത്തിയപ്പോഴാണ് സ്കൂളിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോവുകയും ആ കോമ്പറ്റീഷന് ഞാൻ വരച്ച ചിത്രം എൻ്റെ രക്ഷിതാക്കളും അധ്യാപകരും കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ ഫീൽഡ് ഇതിലേക്ക് തന്നെ, അല്ലെങ്കിൽ എനിക്കതിൽ ധാരാളം കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അതെൻ്റെ ഒരു വലിയ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഏകദേശം ആ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴാണ് ചിത്രകലയോട് എനിക്ക് കൂടുതൽ കമ്പം തോന്നിയത്. ആ ഒരു സമയത്ത് ശരിക്കും ഡിഗ്രിക്കും പോയി ചേർന്നതാണ്. പക്ഷേ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ തന്നെ എൻ്റെ പേരൻസിന് എന്നെ പോലെ തന്നെ അവർക്ക് കലാപരമായിട്ട് പഠിക്കാൻ അനുവദിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് എൻ്റെ ചുറ്റുപാടുമുള്ള കുട്ടികളെല്ലാം തന്നെ, അല്ലെങ്കിൽ എൻ്റെ വീടുകളിലുള്ളതും ചുറ്റുപാടുമുള്ളവരൊക്കെ കൂടുതലും പഠനത്തിൻ്റെ പല മേഖലകളിൽ എത്രത്തോളം സാധ്യതകൾ കണ്ടെത്താമെന്നുള്ളൊരു രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ പേരൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് കടക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് വിദ്യാഭ്യാസം ഞാൻ BFA ഫൈൻ ആർട്സ് കോളേജ് ട്രിവാൻഡ്രത്തായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ആ ഫൈൻ ആർട്സ് കോളേജിലെ പഠനത്തിന് ശേഷമാണ് സത്യത്തിൽ എനിക്കൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം തന്നെ, കുടുംബവും ജീവിതവും മറ്റ് ജോലിയും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ എൻ്റെ മേഖലയിൽ എനിക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഏകദേശം അത് കടന്ന് കിട്ടാൻ 10 വർഷത്തോളം എടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ടൈം, അല്ലെങ്കിൽ വിജയത്തിനല്ല എൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കാനായിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു 10 വർഷമായിരുന്നു. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലുള്ളൊരു ചിത്രകാരി ആവാനുള്ളൊരു സന്ദർഭവും ഉണ്ടായി.